ഇന്നലെ രാത്രി അളിയന്റെ ബർത്ത്ഡേ ഒക്കെ ആയിട്ട് എന്ത് ചെയ്ത് ഞാനൊരു കേക്കും കാര്യങ്ങളും എല്ലാം വാങ്ങിച്ചുകൊണ്ട് നേരെ വീട്ടിലോട്ട് ചെല്ലുമ്പോഴത്തേനും എയ്സൂട്ടൻ വണ്ടി വരുന്ന സൗണ്ടും കേട്ട് വെളിയിലിറങ്ങി. പിന്നെ എയ്സൂട്ടന്റെ കേക്ക് കൊടുക്കുമ്പോഴത്തേനും അളിയനകത്ത് നിന്ന് പിന്നെ അകത്ത് കയറി നല്ല മസാല ഷവായ എല്ലാം കഴിച്ച് അപ്പോഴത്തേനും പിന്നെ കേക്ക് കട്ടിങ്ങിന്റെ പരിപാടിയിലേക്ക് തുടങ്ങി. പിന്നെ ഐസൂട്ടൻ എന്താ അളിയന്റെ കൈയും പിടിച്ച് കേക്കും കാര്യങ്ങളും എല്ലാം കട്ട് ചെയ്തു. ഐസൂട്ടന് പിന്നെ ആരുടെ ബർത്ത്ഡേ വന്നാലും അവളുടെ ബർത്ത്ഡേ പോലെ കേക്ക് കട്ടിയാൽ ഭയങ്കര ഒരു ഇതാണ്. തിരിച്ചു പിന്നെ കേക്കും കാര്യങ്ങളും എല്ലാം കട്ട് ചെയ്തതിന് ശേഷം ഈ വീട്ടിൽ എത്ര അംഗങ്ങളുണ്ടെന്ന് അതായിരുന്നു 5-8 പേരുണ്ട്. മുല കുടിക്കുന്ന കുട്ടികളുണ്ടോ? പിന്നെ നേരെ ഞാനും കാര്യങ്ങളും എല്ലാം എത്തി എൻ്റെ ആയിരുന്ന ഫോണ് വൈഫിൻ്റെ കൊടുത്ത് തിരിച്ച് ഞാൻ എനിക്ക് വേണ്ട കേക്ക് കട്ട് ചെയ്ത് നേരെ ഞാൻ ഒരു സൈഡിലോട്ട് നിന്ന് കഴിക്കാൻ നേരത്ത് ഒരാൾ അവിടെ നിന്ന് ഇങ്ങനെ വീഡിയോ എടുക്കുന്നത്. അവരുടെ ഫോൺ കൊടുത്ത് എനിക്ക് തന്നെ അത് വിനയായി. തിരിച്ചു പിന്നെ എയ്സൂട്ടന്റെ വക എന്താ കേക്ക് അലമ്പലും പരിപാടിയൊക്കെ തുടങ്ങി. അതെല്ലാം കഴിഞ്ഞ് നോക്കുമ്പോഴോ ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ അളിയൻ ഇങ്ങനെ ഇറങ്ങി. പിന്നെ നോക്കുമ്പോഴോ അത്ത കൊച്ചുമോളെയും കളിപ്പിച്ചോണ്ട് അവിടെ ഇങ്ങനെ ഇറങ്ങി. പിന്നെ ഞാൻ അവരോട് പോവാന്നെല്ലാം പറഞ്ഞ് വെളിയിലിറങ്ങുമ്പോഴോ അളിയ അവിടെ ഇരുന്ന് ഇങ്ങനെ ഫോണിൽ കളിച്ചോണ്ട് തിരിച്ചു പിന്നെ എയ്സൂട്ട ഇങ്ങനെ ടാറ്റയൊക്കെ തന്ന് ഞാൻ നേരെ വീട്ടിലോട്ട് ചെല്ലുമ്പോഴത്തേക്കും പിന്നെ ഉമ്മി അവിടെ ഇല്ല. ഉമ്മി ഹോസ്പിറ്റലിൽ പനിയായിട്ട് കിടക്കുകയും ചെയ്തു.